ഹായ് എവരിവൺ. ഫ്ലാക്സ് സീഡ്സ് അഥവാ ചെറുചണവിത്ത് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ആരോഗ്യാർത്ഥം പ്രമേഹം, അമിതവണ്ണം എന്നിവ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു നേരത്തെ ആഹാരമായിട്ട് തന്നെ കഴിക്കുന്നു. ഈ ഫ്ലാക്സ് സീഡ്സ് പാകം ചെയ്യുന്നതിലുള്ള ചെറിയ തെറ്റുകൾ കാരണം പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് കണ്ടുവരുന്നുണ്ട്. സോ ആരൊക്കെ ഫ്ലാക്സ് സീഡ്സ് കഴിക്കാൻ പാടില്ലെന്നും ഏത് വിധേന കഴിക്കുന്നതാണ് ഉചിതമെന്നും നമുക്ക് നോക്കാം. കുടലിനെ ബാധിക്കുന്ന ക്രോൺസ് ഡിസീസ്, അതുപോലെ അൾസറേറ്റീവ് കോളൈറ്റീസ്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള പ്രശ്നമുള്ളവർ മാക്സിമം ഫ്ലാക്സ് സീഡ്സ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിലുള്ള ഇൻസോലുബിൾ ഫൈബേഴ്സ് വന്നിട്ട് ഇവരുടെ ആരോഗ്യ പ്രശ്നം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഗർഭിണികൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. തൈറോയ്ഡ് രോഗമുള്ളവർ ഫ്ലാക്സ് സീഡ്സ് അലിയിച്ച് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇത് നന്നായിട്ട് വറുത്ത് പൊടിച്ച് വേവിച്ച് കഴിക്കുന്നതാണ് നല്ലത്. കാരണം ഫ്ലാക്സ് സീഡ്സിലുള്ള തൈറോസൈനൈഡ്സ് എന്നത് രാസവസ്തു വന്നിട്ട് തൈറോയ്ഡ് ഹോർമോൺസിന്റെ താളം തെറ്റിക്കാൻ കാരണമാകുന്നു. ഫ്ലാക്സ് സീഡ്സിലുള്ള ഫൈറ്റിക് ആസിഡ് വന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻസും മിനറൽസും അബ്സോർബ് ചെയ്യുന്ന തടയുന്നത് മൂലം ഈ ഫ്ലാക്സ് സീഡ്സ് വന്നിട്ട് നമ്മൾ 12 മണിക്കൂർ മുതൽ 14 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് പേസ്റ്റ് ആക്കി കഴിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അല്ലെങ്കിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഇത് വറുത്ത് പൊടിച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഫ്ലാക്സ് സീഡ്സ് നമുക്ക് മുളപ്പിച്ചിട്ടാണോ അല്ലെങ്കിൽ മൈക്രോഗ്രെയിൻസ് ഫോംസിലും കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ ഫ്ലാക്സ് സീഡ്സിന്റെ മാക്സിമം ഗുണം നമുക്ക് ലഭിക്കുന്നതിനായിട്ട് നമുക്ക് മോരിൻ്റെയോ തൈരിൻ്റെയോ പാലിൻ്റെയോ കുടിക്കുന്നതാണ് ഇത് എന്തുകൊണ്ടും നല്ലത്. ഫ്ലാക്സ് സീഡ്സ് കഴിക്കുമ്പോൾ ചിലരിൽ ഗ്യാസിന്റെ ശല്യം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഇത് നന്നായിട്ട് വേവിച്ച് ചെറിയ ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഒപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. സോ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.